കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു വർക്കിന്റെ പണിപ്പുരയിലായിരുന്നു കേട്ടോ. എന്താണ് ഇത്രയും സമയമെടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കൽ അത്ര ചില്ലറ പരിപാടിയല്ല കേട്ടോ. ഒരാഴ്ച ഞാൻ കുത്തിയിരുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനാണ്. സംഭവം പേപ്പർ റോൾ ആണെങ്കിലും ഒരേ അളവിലും ഒരേ വലുപ്പത്തിലും അതൊന്ന് സെറ്റാക്കി എടുക്കാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സ്ഥിതിക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മറന്നുപോയി. ഒരു ആമാട പെട്ടിയാണ് നമ്മുടെ ഐഡിയയിലുള്ളത്. കുറച്ച് നാളായി ഇത് തലയിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അതൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള മൂഡ് വന്നതെന്ന് തന്നെ പറയാം കേട്ടോ. ഇതിന് കാര്യമായിട്ട് സാധന സാമഗ്രികളൊന്നും വേണമെന്നില്ല. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സ് സെറ്റാക്കി എടുക്കുക. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു പേപ്പർ റോൾ ഉപയോഗിച്ചുള്ള ട്രിക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു തുണിയാണ് നമ്മൾ എടുക്കേണ്ടത്. കോട്ടൺ തുണിയാണെങ്കിലും പോളിസ്റ്റർ ആണെങ്കിലും ഓക്കെ. അതിലേക്ക് നമ്മൾ ഈ റോളുകളെല്ലാം അടുക്കി അടുക്കി വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അത് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിലേക്ക് ചേർത്ത് ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ, സംഭവം റെഡി. ഇനി നമുക്കതിൻ്റെ ഡെക്കറേഷൻ പണി ചെയ്താൽ മതിയാകും കേട്ടോ. അതിനായിട്ട് ഗ്ലിറ്റർ പേപ്പറാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ലേസ് പോലെ കാണുന്നില്ലേ, അതാണ് നമ്മുടെ ഡെക്കറേഷൻ. വലിയ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആഭരണ പെട്ടിയാണ് ഉദ്ദേശിച്ചതെന്ന് കാണിക്കാനാണ് കേട്ടോ. ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടേക്കുന്നത് ഒരുപാടില്ല, കുറച്ച് എനിക്കുള്ളത് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ സംഭവം സെറ്റായി കഴിഞ്ഞപ്പോൾ എൻ്റെ എക്കാലത്തെയും മൈൻഡ് ബ്ലോയിങ് ക്രാഫ്റ്റ് വർക്ക് ഇതാണെന്ന് തോന്നിപ്പോയി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞാൽ എനിക്ക് നിർവൃതി അടയാമായിരുന്നു. അപ്പോൾ ഈ ഒരു ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ.